അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ബലഹീനരായിരിക്കുമ്പോഴാണ് വിഷമിക്കുന്നത്. നമ്മൾ ബലഹീനരാണെന്ന് കർത്താവിന് അറിയാം. പൗലോസ് തന്നെ ബലഹീനനായില്ലേ? ശാരീരികമായിട്ടാണ് ബലഹീനമായത്, ആത്മാവിലല്ല അദ്ദേഹം ബലഹീനനായത്. അദ്ദേഹം ശാരീരികമായി ബലഹീനനായപ്പോൾ അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തോ എന്ന് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ സപ്രസ് ചെയ്യണം. ഈ ജഡത്തെ അതിനെ സപ്രസ് ചെയ്താൽ മാത്രമേ കൃപ നമ്മുടെ മേൽ വർദ്ധിക്കത്തുള്ളൂ. കൃപ വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡിസബിലിറ്റി സ്പിരിറ്റുകളെ തകർക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ദേശത്ത് നമ്മളൊന്ന് ഒരു സൈക്കിൾ എടുത്ത് പോയാൽ, നടന്നു പോയാൽ എത്ര വീടുകളിൽ മാനസികരോഗികൾ കാണും, ബെഡ്രിഡൻ കാണും, ആത്മാവിൽ മരിച്ചവർ കാണും, പിന്മാറ്റക്കാർ കാണും, സമാധാനമില്ലാത്തവർ കാണും. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന സമാധാനമില്ലാത്തവരെയാണ്. കാരണം ഹൃദയത്തോടാണല്ലോ ദൈവം ഇടപെടുന്നത്. അപ്പോൾ ഇതിനെല്ലാമായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിന് ശേഷം പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമോ. അവൻ ആരാ? കാര്യസ്ഥനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുമോ? സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഒരു വ്യക്തി നടക്കുന്ന പോലെ നടക്കണം വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നമുക്ക് ആലോചന പറഞ്ഞു തരുമോ അറിയാം. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ മറ്റൊരാൾ ആലോചനയ്ക്ക് പോകും? ബെസ്റ്റ് വേ വിളിക്കലേ അറിയത്തുള്ളൂ. നമ്മൾ ദൈവമക്കളായെന്നുള്ള വിശ്വാസം വന്നാലേ നമുക്ക് ആ ഒരു ചിന്ത വരുത്തുള്ളൂ. നമ്മളെപ്പോഴും ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട്. ആമേൻ. ഒരു റേസാണ് ഇത്, ഓട്ടക്കളമായിട്ട്. ഒരു ഓട്ടക്കളത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, PT ഉഷ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് അമ്മ പറയുന്നത്, എടി ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് നെഞ്ചുവേദന. PT ഉഷ തെറ്റു പോകും. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അൺവാണ്ടഡ് തിങ്സിൽ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ എസ്തറിനോടൊത്തോ പറഞ്ഞത്, ഈ സമയത്ത് നീ എഴുന്നേറ്റില്ലെങ്കിൽ ഇത് മറ്റൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് എഴുന്നേൽപ്പിക്കും. അപ്പൊ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലത്ത് എഴുന്നേൽക്കാനാണോ? നിങ്ങൾ എഴുന്നേൽക്കാനല്ലേ? ആമേൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വേഴ്സ് ബൈ വേഴ്സ്, ഒരു 5 വേഴ്സ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു ഹോളി സ്പിരിറ്റിനെ കുറിച്ച്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ John chapter 14 verse 16. നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. കൂടെ ഇരിക്കേണ്ടത്. അപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തോ, ഇപ്പൊ പുള്ളിക്കകത്ത് ഇരുന്നു, അതൊരു ജീവനുള്ളതുകൊണ്ടല്ലേ എൻ്റെ കൂടെ ഇരുന്നത്. അപ്പം ഇത് ആത്മാവല്ലേ? ആത്മാവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിപ്പുണ്ടിപ്പം നിങ്ങൾ വിശ്വസിക്കണം. സോ എന്താ പറഞ്ഞത്? ഹോളി സ്പിരിറ്റ് ഒന്നുകൂടെ വായിച്ചേ. 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഈ കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ലോൺ സാങ്ഷൻ ചെയ്യാനാണോ? അതോ നിങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാനാണോ? എന്തിനു വേണ്ടിയിട്ട് ഈ കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്? നിങ്ങളുടെ അവന്റെ ഇഷ്ടം നിങ്ങളിലൂടെ നിറവേറ്റാനാണ് അവനെ നിങ്ങളോട് ആക്കിയിരിക്കുന്നത്. വേറെ ഒരു പദ്ധതിയുമില്ല. ഒന്നെങ്കിൽ പാതാളം അല്ലെങ്കിൽ നിത്യത, രണ്ടും വഴിയേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പ്രാപിച്ചതാണ് അവിടെ നമുക്ക് കിരീടമായി ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ പറയുന്നു, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കുമായി. എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറച്ച് സമയത്തേക്കാണോ? എന്നേക്കുമായി തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം കാലം, സഭ ഇരിക്കുന്നിടത്തോളം കാലം അവൻ നമ്മുടെ കൂടെയുണ്ട്. അത് കഴിയുമ്പോൾ സഭയിൽ എത്തപ്പെടുമ്പോൾ ഹോളി സ്പിരിറ്റും കൂടെ പോകും. ബട്ട് എന്ന് വെച്ച് പഴയ നിയമത്തിലെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് യൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കും. അവർക്ക് സാൽവേഷൻ ഉണ്ടാകും, അവരുടെ അത്തി തളർക്കും, അവരുടെ അനേക പേര് മടങ്ങി വരും. നമ്മളിൽ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവരും മടങ്ങി വരും.
കഷ്ടത്തിലൂടെ പോകരുതെന്നാ പറയുന്നത്. സ്വന്തം ഈ കഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ആന്റിക്രൈസ്റ്റിന്റെ കാലത്തുള്ള കഷ്ടത എന്തുമായിരിക്കും അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആ കഷ്ടം, മരണം പോലും ഇല്ല 5 മാസം. മരിക്കാനും താഴെയിട്ട് അടിച്ചാൽ പോലും മരിക്കത്തില്ലെന്നാ. There is no death. അവിടുന്ന് അനേക പേര് രക്ഷയിലേക്ക് വരും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ഒന്നും ഭാരപ്പെടേണ്ട. അവർ സാൽവേഷനിലേക്ക് വന്നില്ല എന്ന് വിചാരിച്ച്. കാരണം 3-ാം ലോകമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എടുക്കപ്പെടും. അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ ശേഷമോ whatever it is, നമ്മൾ ആന്റി ക്രൈസ്റ്റ് ഫോം ആകുന്നതിന് മുമ്പ് നമ്മുടെ സഭ എടുക്കപ്പെടും. കാരണം തന്റെ കുഞ്ഞുങ്ങളെ ചെന്നായി വിട്ടുകൊടുക്കത്തിനകത്താം. ഉറുപ്രാവുകളെ, നമ്മൾ ഉറുപ്രാവുകളാണ്. നോഹയുടെ പെട്ടകത്തിന്റെ കാലം പോലെ, പ്രളയത്തിന് മുമ്പ് നോഹയുടെ കാലം പോലെ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അകത്തായിരിക്കും. 7 വർഷം നമ്മൾ കർത്താവിന്റെ ആത്മാവായിട്ട് നമ്മൾ അവനോടൊപ്പം ചെയ്ത് വരുന്നതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുന്നതാണ്. വാനമേഘത്തിൽ ജീവനോടെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ മരിക്കുമായിരിക്കും. നമ്മൾ മരിച്ചാലും നമ്മൾ ആദ്യം ഉയർക്കുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ മരിക്കുമ്പോൾ വിഷമിക്കാത്തത്. കാരണം അവർക്ക് പ്രത്യാശയുണ്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് പ്രത്യാശയാ? നമ്മൾ ഇനിയും ബിൽഡിംഗ് ഉണ്ടാക്കുന്നതാണോ? അല്ല, പ്രത്യാശയുള്ളത് നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ അവനോടൊപ്പം എന്നേക്കുമായി വാഴുമെന്ന്. ഇനി നമുക്കൊരു ജീവിതമില്ലാതെ കഴിഞ്ഞാൽ ഇവിടെ കുടുംബമില്ല, ഫാമിലി ഇല്ല, മക്കളില്ല, ഒന്നുമേ ഇല്ല. അപ്പൊ ഈ സത്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റൂ. സ്വത്രം നമ്മൾ ഇവിടുത്തെ ചിന്തിക്കുന്നു, അവിടുത്തെ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനാ വചനം പറയുന്നത്. സോ അടുത്ത വാക്യം 1 കൊരിന്ത്യർ 6:19 വായിച്ചാട്ടെ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? യെസ്. അപ്പം ഓരോ വാക്യമായിട്ട് വായിക്കുമ്പോൾ ആദ്യം ഒരു വാക്യം വായിച്ച് അതിന്റെ 1 ലൈൻ വായിച്ച്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മതി. അപ്പം ഇതെന്തുവാ? ദാനമാണ്. സ്വന്തം നമ്മളൊക്കെ എന്തുവാ? നമ്മുടെ പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അതാ കർത്താവ് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ. ഇത് ദാനമാണ്. ഇന്ന് മിനിസ്ട്രിക്ക് ഇറങ്ങുന്നവരുടെ വിചാരം ഇത് പൈസയൊക്കെ ഉണ്ടാക്കാനുള്ളതിനൊരു സംരംഭമാണെന്ന്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭമല്ല. അവിടെ ന്യായവിധി നിൽക്കേണ്ടി വരും. സ്വത്രം അമേൻ. കൂലിക്ക് യോഗ്യനാണ്, പക്ഷെ നമ്മൾ ഗ്രീഡിയാകരുത്. അമേൻ. സോ അവന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. നമ്മൾ ഒന്നും ചെയ്തിട്ടല്ല അവൻ തരുന്നത്. നമ്മൾ മക്കളാവുന്നത് കൊണ്ട് നമുക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. അമേൻ. വായിച്ചേ. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കാങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? മതി. അപ്പം താങ്കാങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് അർത്ഥം നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം ഇവിടെ നടക്കാൻ പറ്റത്തില്ല. അവന്റെ ഇഷ്ടമേ നിങ്ങളിലേക്ക് നടക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, ഫ്ലഷിനെ ക്രൂസിഫൈ ചെയ്യണം. മരിച്ചെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഗലാത്യലേഖനം 2:20 പറയുന്നു, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് അവര് വിളിച്ചു എനിക്ക് വീട് വായിക്കണം, അവര് ജോലിക്ക് പോയി എനിക്ക് ജോലിക്ക് പോകണം. അല്ല. അടുത്ത വാക്യം വായിക്കാം. ജോൺ 16:13 വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങളോ അറിയിച്ചു തരികയും ചെയ്യും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ സകലം എന്നുള്ളത് നിങ്ങൾ കണ്ടോ? സകല സത്യത്തിലും വഴി നടത്തും. പക്ഷെ നമ്മൾ ആരിലും അവരോട് നടക്കുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ നടക്കുന്നത്. അടുത്തത്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. ആരിൽ നിന്ന് കേൾക്കുന്നതാ? സ്തോത്രം. ഓക്കെ, കണ്ടിന്യൂ. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ആരിൽ നിന്നാണ് എടുക്കുന്നത്? പുത്രനിൽ നിന്നല്ലേ എടുക്കുന്നത്. വചനത്തിലൂടെയല്ലേ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അപ്പൊ വചനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിലല്ലേ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ പറ്റത്തുള്ളൂ. അതിനാണ് പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ഉള്ളത്തിൽ വചനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരുമെന്നാണ്. അപ്പൊ ഈ ബൈബിള് വായിക്കാതെ പരിശുദ്ധമായ ലേഡി എന്ന് പറഞ്ഞ പരിശുദ്ധ എവിടെ നിർത്തണോ? റിസോഴ്സ് ഇല്ല നിന്റെ കയ്യിൽ. റിസോഴ്സിനകത്ത് നേരത്തെ ഇങ്ങോട്ട് തരുന്നത്. ആമേൻ. അടുത്ത വാക്യനോട് വായിക്കാൻ ഫുൾ എക്സ്പ്ലനേഷൻ. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. യെസ്. അപ്പൊ എവിടുന്നാ എടുത്തു തരുന്നത്? പുത്രനിൽ നിന്നും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതാണ്. അപ്പൊ എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ 3 പേരും ഇപ്പൊ എന്തുവാ? ഒന്ന്. ആരെടുത്ത് തരുന്നത്? പരിശുദ്ധാത്മാവ്. ഒന്ന് നോക്കിക്കാവയ. ഇതെല്ലാം നമുക്കറിയാമോ? കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മള് എല്ലാരും ബന്ധുക്കോസുകാർ കേൾക്കും, പക്ഷെ പ്രാക്ടിക്കലി ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എല്ലാരും ഭയങ്കരമായിട്ട് വചനം മെസ്സേജ് പറയാനാണെങ്കിൽ മുമ്പിൽ നിൽക്കും, ടെസ്റ്റ് മണി പറയാൻ അതിനെക്കാട്ടും ലൈഫ് ഫ്രം റിയാലിറ്റി അവിടെ നമ്മൾ വീണ് പോവുക. പ്രാർത്ഥിക്കണേന്ന് പറയും, അല്ലെങ്കിൽ കിടന്ന് കരയും, അല്ലെങ്കിൽ 10 മെസ്സേജ് അയക്കും. രാത്രി 11 മണിക്കൊക്കെ വിരുഷയെ വിളിക്കുമെന്നാണ് പറയുന്ന ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട്. മനസ്സിലായോ? കാരണം അത് മനുഷ്യരുടെ തെറ്റല്ല. മനുഷ്യ അങ്ങനെ ആയിരുന്നു പണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു മനുഷ്യ. ഇപ്പൊ മനുഷ്യനെ വിളിച്ചു നോക്കി അവിടെ കൊച്ചിന്ന് പ്രാർത്ഥിക്കാൻ പറയും നിങ്ങൾ. സ്തോത്രം. അങ്ങനെ ഓരോ മനുഷ്യരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ശക്തികളൊക്കെ എത്താൻ വരും. സ്തോത്രം. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയം കൂടും. എന്നെ ഇന്നലെ രാത്രി പ്രൂഫ് വേണമെങ്കിൽ ചോദിച്ചു. അവിടെ അലിസന്റെ വീട്ടിൽ ഇന്നലെ ഉറങ്ങിയത്. ഞാൻ ചെന്ന ഉടനെ ഒരു സിസ്റ്ററിനെ വിളിച്ചു. മോളെ ഹിസ്റ്ററിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിന്റെ സമയം കൊല്ലാനാണ്. ഞാൻ പറഞ്ഞു കം ടു ദ പോയിന്റ്. എന്താണ് ആന്റി ആഗ്രഹിക്കുന്നത്? എനിക്ക് ഹിസ്റ്ററി കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ യൂട്യൂബിൽ പറയുമ്പോൾ പലരും പറയും എൻ്റെ കഥയൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇത് കേൾക്കാറില്ല. കൗൺസിലിങ്ങിന് കേൾക്കുമല്ല, അത് കേൾക്കാറില്ല. അപ്പം ഞാൻ കം ടു ദ പോയിന്റ്. എന്താണ് പ്രശ്നം? അത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും പിന്നെയും പ്രശ്നത്തിലോട്ട് പോകാം. പിന്നെയും ഞാൻ പറയും കം ടു ദ പോയിന്റ്. അപ്പൊ ആന്റിക്ക് എന്താണ് ആഗ്രഹം? അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആന്റിയുടെ കയ്യിലുണ്ട്. When you know the Lord, when you know who you are in Christ, അവിടെയാണ് ആന്റിയുടെ വീട്. ആന്റിയെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് ആന്റിക്ക് തന്നൊരു പെയിനാണിത്. യൂസ് ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് മരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എളിഫിയായോട് നിൽക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ മോളുടെ പ്രശ്നം മാത്രമേ നിങ്ങൾ കണ്ടോളൂ. അതിനെ കഥ പറഞ്ഞ ഏത് സമയത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത് Ephesians 3:16. He strengthens you. നമ്മൾ വായിച്ചത് He is with you, He lives in you, He speaks to you. നമ്മൾ വായിക്കുന്നത് He strengthens you. Ephesians 3:16. 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ. അത് പൗലോസ് പ്രാർത്ഥിക്കുകയല്ലേ? അപ്പൊ എന്തോ പൗലോസ് പ്രാർത്ഥിക്കുന്നേ? അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ വായിക്കും. ഉറക്കം വരുന്നുണ്ട് എനിക്കറിയാം. ഉറക്കം വായിക്കും. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും. അപ്പൊ എവിടെയാ വസിക്കുന്നത്? അപ്പൊ നമ്മുടെ ഹൃദയം ഇപ്പൊ എവിടെയാ? ലോണും വീടും ജോലിയും പ്രശ്നവും വരുമ്പോഴും. അപ്പൊ ഈ ഹൃദയത്തിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇത് വസിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് പാസ്റ്റർ റാണി നിങ്ങൾ ഇനി എന്തെന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും ഞാൻ ഒറ്റ കാര്യം പറയും, Eagle love storms. കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എൻ്റെ ഹൃദയം ഞാൻ അവന് കൊടുത്തുകൊള്ളാം. വളരെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ, 1 കോടി പ്രശ്നമുണ്ട്. പക്ഷെ ഞാനത് എടുക്കാറില്ല. ഞാൻ അപ്പം തന്നെ മുട്ടുമടക്കും. Take this pain, Lord, I can bear this story. എനിക്കിത് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ എനിക്ക് ഇതിനോട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഒത്തിരി പ്രോബ്ലത്തിലൂടെയും ഫേസ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രിയിൽ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്.
ഒരു സമയത്ത് ഞാൻ 3 മാസം മിണ്ടാതിരുന്നപ്പോൾ ആ റെജീൻ സിസ്റ്ററാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. പാസ്റ്റർ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എഴുന്നേറ്റേ പറ്റുന്നുള്ളൂ, ഇങ്ങനെ നിർത്തി വിട്ടു പോകലേ എന്ന് പറയും. ഹല്ലേലൂയ. എത്ര മാസങ്ങൾ ഞാൻ മിണ്ടാതിട്ടുണ്ട്, എത്ര ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ട്, എത്ര ദിവസങ്ങൾ ആമേൻ ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. പക്ഷേ ഹോളി സ്പിരിറ്റ് എന്നെ വിട്ടു പോയിട്ടില്ല. അവിടെ എവിടെ ഞാൻ പോയാലും അവൻ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ മനുഷ്യൻ ലാസ്റ്റ് എന്നെ കൈമാറും, കാലുമാറും, വാക്കുമാറും. പക്ഷെ എന്റെ പരിശുദ്ധാത്മാവില്ല, വാക്കുമാറത്തില്ല. അവൻ വിശ്വസ്തൻ, അവൻ എന്നും എന്റെ കൂടെയുണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം കൊടുക്കണം. ആമേൻ. The last verse, Romans chapter 8 verse 26. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബലഹീനതയുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ നമുക്ക് എല്ലാവർക്കും എങ്ങനെ അവിടെ അത് കണ്ടിന്യൂഷൻ ആണ്, അത് നിർത്തണം. എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം. സ്വതം നമ്മള് ഒരു പാസ്റ്റർമാർ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിശ്വാസി തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പം ചർച്ചയിൽ നിന്ന് കുറച്ച് പ്രയർ റിക്വസ്റ്റ് കിട്ടി, പിന്നെ നാട്ടുകാരുടെ പ്രയർ റിക്വസ്റ്റ്, പിന്നെ നമ്മൾ പൈസ വാങ്ങിച്ച പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ ലിസ്റ്റുണ്ട് നമ്മുടെ മനസ്സിൽ. നമ്മൾ ഇതിരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു പ്രയർ റിക്വസ്റ്റ്, ആ ഒരു ലെവലിൽ പോകും പ്രാർത്ഥന. ഓക്കെ, നോ പ്രോബ്ലം, പ്രാർത്ഥിക്കുന്ന നല്ല പറയാം, യു പ്രേ, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടോ? അതേക്കുറിച്ച് ആത്മഭാരമില്ലാതെ നീ എന്ത് പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിൽ നിന്നല്ല അതിന്റെ ഡെലിവറൻസ് വരുന്നത്. ദൈവത്തിൽ നല്ല ഡെലിവറൻസ് വരുന്നതെന്നുള്ള കൺഫർമേഷൻ പറയണമെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് മാത്രമേ ഉള്ളൂ ഇരിഞ്ഞ്. ഞങ്ങളുടെ അവിടെ ആരാണെന്നൊന്നും പറയുന്നത്, ഞങ്ങളുടെ റിലേഷൻ മൊത്തം വാസ്തുശാസ്ത്രത്തിലാണ് ജീവിക്കുന്നത്. വാസ്തുശാസ്ത്രം എന്നറിയാമോ? ഒരു പ്രോബ്ലം വന്നാൽ ഉടനെ വാസ്തുശാസ്ത്രം അയാളെ വിളിച്ചു വെക്കുമ്പോൾ അയാൾ പറയും ഈ കഥ വിളക്കിട്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ പറയും, പിന്നെ അവിടെ കക്കൂസ് ഇങ്ങോട്ടാക്കാൻ പറയും. അവരങ്ങനെയാണ് ജീവിക്കുന്നത്, അവരാ വിശ്വസിക്കുന്നത്. അപ്പം എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. പ്രാർത്ഥന എന്തുവാ? നമ്മൾ ദൈവമായിട്ട് കണക്റ്റ് ആവുന്നത്, നമ്മൾ അവനെ ആശ്രയിക്കുന്നുള്ളത്. കാരണം വേറെ എനിക്ക് ഓപ്ഷൻ ഒന്നുമില്ല, നീ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം. അതാണ് പ്രാർത്ഥന. ആമേൻ. ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അത് പാപമാണ് അല്ലേ? അപ്പോൾ പുതിയ നിയമത്തില് നമ്മൾ പുരോഹിതന്മാർ എന്തോ ചെയ്യുന്നത്? പുരോഹിതൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? പറ, ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? പുരോഹിതന് ഒരു കൂടി പ്രശ്നമുണ്ട് അല്ലേ? പുരോഹിതന്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, പുരോഹിതന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ പുരോഹിതൻ എങ്ങനെ പ്രാർത്ഥിക്കും പ്രശ്നത്തിന്റെ അകത്തുനിന്ന്? പറ. പുരോഹിതന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കാരണം പുരോഹിതന്റെ വീട്ടിൽ പ്രശ്നങ്ങളല്ലേ. പുരോഹിതന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പുരോഹിതൻ എന്ത് ചെയ്യണം? അല്ല, ആത്മാവിൽ പ്രാർത്ഥന. അതാണ് പൗലോസ് പറഞ്ഞത്, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ആമേൻ. അന്യഭാഷയെ കുറിച്ചുള്ള മെസ്സേജ് യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരും കേട്ടപ്പോൾ മനസ്സിലായ ഒരു അന്യഭാഷയുണ്ട്. പുസ്തകപ്രവൃത്തി 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു നമ്മൾ. അത് ആർക്കും മനസ്സിലാവത്തില്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിക്കുന്ന അന്യഭാഷയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന അന്യഭാഷകളുണ്ട്. റാൻഡം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അന്യഭാഷയുടെ. ബട്ട് ഇവിടെ പറയുന്നത് നിങ്ങളും ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ശരീരം മന്ദിരമായെങ്കിൽ, നിങ്ങളുടെ ഉള്ളത്തിൽ അവൻ്റെ ആത്മാവ് വന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റൊരാളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യും. ഇനി ചോദിക്കും, അപ്പൊ പാസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. എവിടെയാ പ്രാർത്ഥിക്കുന്നത്? എഫീഷ്യൻ ലേഖനം 6:18. നിങ്ങൾ ആരും നോക്കണ്ടേ? ഇപ്പം പൗലോസ് പറയാണ്, ഏത് നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ മർമ്മങ്ങളെ പ്രസ്താവിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഒരു പാസ്റ്റർ പിന്മാറ്റത്തിലോട്ടോ ഒരു ബാഡോ ഒരു കറപ്റ്റഡോ ആകുമ്പോൾ നിങ്ങളെല്ലാവരും ഫോർവേഡ് ചെയ്യത്തില്ലേ വീഡിയോസ്? നിങ്ങൾ കാരണമാണ്, നമ്മൾ കാരണമാണ് അദ്ദേഹം അവനായത്. കാരണം നമ്മുടെ പ്രാർത്ഥന കുറവിൽ അഭിഷിക്തന്മാർ വീണു പോവുകയാണ്. കാരണം ഇസബേലിലെ സ്പിരിറ്റ് എല്ലായിടത്തും ഉണ്ട്.
ഇസബേലിന്റെ സ്പിരിറ്റ് പെണ്ണും ആകാം ആണും ആകാം. അതും ഇന്നും ഉണ്ട്. ഇസബേൽ എന്നും പറഞ്ഞ് നടക്കുകയല്ല, ആ സെൻസേഷൻ, സെക്ഷുവൽ സെൻസേഷൻ ഉള്ള സ്പിരിറ്റ് ഈ ലോകത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടല്ലേ ബാറുകളിൽ കുഞ്ഞുങ്ങൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏതെല്ലാം രീതിയിലാണ് എക്സൈറ്റ്മെന്റിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി ഒന്ന് ഉടയ്ക്കാം. എബേസ് പ്രാർത്ഥിച്ചു, അവന്റെ അതിര് വിസ്താരം വഴിയും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ വീടിന്റെ അതിരാ നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ മിനിസ്ട്രിയുടെ അതിരാ നമ്മൾ വിചാരിക്കുന്നത്. കർത്താവ് പറയുന്ന അതിര് അതല്ല. കർത്താവ് പറയുന്നത് എന്റെ ഇഷ്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അത് നിങ്ങളോട് എക്സ്പീരിയൻസിലൂടെ പറയാണ്. ഓക്കെ, എക്സ്പീരിയൻസിലൂടെ പറയാന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഇപ്പോൾ രണ്ടുപേര് പറയും കർത്താവിൽ അതൊരു മിനിസ്റ്റർ ചെയ്യുന്നത് കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷം വരത്തില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വിഷവുമായിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വചനം വായിക്കാൻ പറ്റുമോ? ആരോടെങ്കിലും വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ പിന്നെ അത് പറയും, എന്റെ അമ്മയെ അങ്ങനെ വിളിച്ചാൽ പറയും വല്ല കാര്യമുണ്ടോ ഈ കുടിയന്മാരും വ്യഭിചാരികളും പോകുന്ന സ്ഥലത്ത് നിനക്ക് അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആരോടും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ വിളിയും തെരഞ്ഞെടുപ്പ് ആർക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു മനുഷ്യനും പറയുന്നത് നമുക്കൊരു ആശ്വാസമല്ല. ബെസ്റ്റ് എല്ലാ വാതിലും അടയ്ക്കുന്ന സങ്കീർത്തനത്തിലുണ്ടല്ലോ, 4 ഗോളും എന്നിട്ട് നമ്മള് കഴിയുമ്പം നമ്മള് വെയിറ്റ് അപ്പോൺ ഗോഡ് എന്ന് പറയും. വെയിറ്റ് അപ്പോൺ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ജസ്റ്റ് അത് കഴിയുമ്പോ നമ്മുടെ ഉള്ളത്തിലേക്ക് ആ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യും. നമ്മളൊന്നുകിൽ കരയും, അല്ലെങ്കിൽ നമുക്ക് ഗിൽറ്റി കോൺഷ്യസ് വരും, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവമക്കളോടാണ് പറയുന്നത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടവരോടാണ് പറയുന്നത്. ആമേൻ. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരുന്നാലേ അത് പ്രാപിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ മീറ്റിങ്ങിന് മുമ്പും ഒക്കെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നാട്ടിൽ വന്നപ്പോഴൊക്കെ ഈ കുടുംബമായിട്ടൊക്കെ ഇതായപ്പോൾ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ അവിടെ കുത്തിയിരിക്കും, കുറേ സമയം എനിക്ക് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കും. അവന് സമയം കൊടുക്കണം. നമ്മൾ പറയുകയും വേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട, എല്ലാ വേവ്സിലും പ്രെയർ പോകും. നമ്മളുടെ അവൈലബിലിറ്റിയെ കർത്താവ് നോക്കുന്നത്, അല്ല നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല കർത്താവ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലോസ് ടു ഹിം. മിണ്ടാതെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നാലും മതി. പക്ഷെ ആരെയാ വെയിറ്റ് ചെയ്യുന്നത്? കർത്താവിനെ വെയിറ്റ് ചെയ്യും. അവൻ എന്ത് ഇഷ്ടമായിരിക്കും. നമുക്കാർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം അച്ചായൻ പറഞ്ഞു, അടിച്ചു, നമ്മളെ കുറ്റം പറഞ്ഞു, നാത്തൂന്റെ മുമ്പിൽ വെച്ച എന്നെ പറഞ്ഞു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് പറ്റത്തില്ല. അത് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ക്ലിയർ ചെയ്തേ പറ്റും. സ്വത്രം. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ നിൽക്കും. പരിശുദ്ധാത്മാവ് പറയും ക്ലിയർ ചെയ്തിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. കാരണം നിന്റെ കൂടെ നിൽക്കുന്നു, നിന്റെ അകത്തും ഇരിക്കുന്നു, നിന്നോട് ദൃഷ്ടി വെച്ച് ആലോചനയും പറഞ്ഞുതരും. പക്ഷെ നിനക്ക് കേൾക്കാൻ സമയമില്ലല്ലോ, നീ ഇമ്പോർട്ടന്റ് അതിനല്ലേ. അതെല്ലാം നമ്മൾ ഉടയ്ക്കണം, സറണ്ടർ ചെയ്യണം. എന്താണ് ഇമ്പോർട്ടന്റ് നിങ്ങൾ നോക്കണം. അതിലാണ് നമ്മുടെ ഈൽഡ് ചെയ്യണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നല്ലേ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നമ്മളെല്ലാവരും ദുഃഖിപ്പിക്കുക. എന്തോ അതിന്റെ അർത്ഥം ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാല് അവൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലുമില്ല, വരാനിരിക്കുന്ന ലോകത്തിലും അതിന്റെ ഫോർഗീവ്നെസ് ഇല്ലെന്നാണ്. ഇതുവരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യല്ലേ? നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? കാരണം നമ്മളോട് എപ്പോഴും പറഞ്ഞു പൊന്നു ആത്മാഭാഗത്തുണ്ട്. അപ്പൊ പൊന്നു പറയുന്നു പിന്നെ പൊന്നു ആത്മോ ഇതല്ല വേണ്ടത്. പൊന്നു പറയണം, മിണ്ടാതെ ഇരിക്കണം, പറയുന്നത് മാത്രം ചെയ്യണം. ചുമ്മാ